എറണാകുളത്ത് യുവാവിനെ വാഹനമിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. SRM റോഡിലായിരുന്നു ആക്രമണം. കാറിന്റെ ബോണറ്റിന് മുകളിൽ കിടത്തി യുവാവിനെ 1/2 കിലോമീറ്ററോളം റോഡിലൂടെ കൊണ്ടുപോയി. വിവരങ്ങളുമായി തിയോഫിൻ ചേരുന്നുണ്ട്. തിയോഫിൻ, എപ്പോഴായിരുന്നു സംഭവം? നിലവിൽ പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി 11 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. SRM റോഡിലുള്ള ഒരു പേയിങ് ഗസ്റ്റുകളായി ചിലർ ജോലി ചെയ്യുന്ന ഒരു വിദ്യാർത്ഥികൾ ഉൾപ്പെടെ താമസിക്കുന്ന ഒരു ഹോസ്റ്റൽ, അവിടെ അതിന് മുമ്പിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവരുടെ സുഹൃത്തുക്കളായ ചില ഒരു 3-4 പേർ ഇവർ ഒരു വാഹനത്തിൽ അവിടെ എത്തുകയും ഈ ഹോസ്റ്റലിൽ താമസിക്കുന്നവരും ഇവരും തമ്മിൽ ചെറിയ തർക്കമുണ്ടായിരുന്നു. ഇവരെല്ലാം സുഹൃത്തുക്കളായിരുന്നു. നേരത്തെ പതിവായി ഇവിടെ വന്ന മദ്യക്കാരൊക്കെ ഉണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ഇവർ തമ്മിൽ ചെറിയ തർക്കമുണ്ടാവുകയും ഇന്നലെ ഈ പുറത്തു നിന്ന് കാറിലെത്തിയവർ ഈ ഹോസ്റ്റലിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തിരുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൂട്ടത്തിൽ ഒരാളുടെ തലയിൽ നിന്ന് ചോര വരുന്നതുകൊണ്ട് അങ്ങനെ നാട്ടുകാർ ചോദ്യം ചെയ്യുകയാണ്, എന്താണ് പ്രശ്നമുണ്ടായത്, തർക്കത്തെ കുറിച്ചുള്ള വിഷയവും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യുന്നതിനിടെ നാട്ടുകാർക്ക് നേരെ ഒരാൾ കത്തി വീശുകയും ചെയ്തു. ഇതിനിടയിലാണ് കൂടുതൽ പേർ നാട്ടുകാർ അവിടേക്ക് കൂടുതൽ പേര് അവിടേക്ക് എത്തിച്ചേരുന്നു. അതിനിടയിലാണ് ഈ കാറിലെത്തിയവർ വളരെ പെട്ടെന്ന് തന്നെ കാർ എടുത്ത് പോകാൻ ശ്രമിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന സമീപവാസിയായ അശ്വാദ് എന്ന യുവാവ് ഇയാളെ ഇടിച്ച് ഇയാൾ ബോണറ്റിന് മുകളിലേക്ക് വീഴുകയാണ്. അങ്ങനെ അയാളെ ബോണറ്റിൽ ഇട്ടുകൊണ്ട് തന്നെ ഏറെ ദൂരം മുന്നോട്ട് പോയി. ഒരു 1/2 കിലോമീറ്ററിലധികം ദൂരം മുന്നോട്ട് പോയ ശേഷം വാഹനം വേഗത കുറഞ്ഞതിനിടയിലാണ് ഇയാൾ അവിടെ നിന്ന് ചാടി രക്ഷപ്പെടുന്നത്. തുടർന്ന് പോലീസിന് പരാതി നൽകുകയും ഈ അശ്വാദിന്റെ പരാതിയെ തുടർന്ന് പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ പ്രധാന പ്രതികളെ ഇതുവരെ കിട്ടിയിട്ടില്ല. ഈ കാറിലെത്തിയവരുടെ സംഘത്തിൽപ്പെട്ട ഒരാളെ ഇവർക്ക് കാറിൽ കയറി പോകാൻ ഈ സംഘം രക്ഷപ്പെടുന്നതിന് മുൻപ് തന്നെ അയാളെ പിടികൂടി നാട്ടുകാർ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ കൂട്ടത്തിൽ ഒരാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ട്. മറ്റുള്ളവർക്കായി എറണാകുളത്ത് പോലീസ് അന്വേഷണം തുടരുകയാണ്. പോലീസ് കേസെടുത്ത് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്നു. ശരി തിയോഫിനാണ് വിവരങ്ങളുമായി ചേർന്നത്.